സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 7 വാർദ്ധക്യം എങ്ങനെ സജീവമാക്കാം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര. പ്രാദേശിക ഭാഷ അനുസരിച്ച് മുത്തച്ഛ, ചേച്ചി, അങ്കിൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്ന ഏകദേശം 60 മുതൽ 65 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഇന്ത്യൻ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ. ഇവിടെ ഇളയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു. ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഈ പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം, സൗണ്ട് ബൈറ്റുകൾ, പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവയും ഉൾപ്പെടും. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 7 വാർദ്ധക്യം എങ്ങനെ സജീവമാക്കാം. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അവതരിപ്പിക്കുന്നത് RJ നാഥ്, രേഷ്മ, ശ്രീലക്ഷ്മി MS, ഹേന. സാങ്കേതിക സഹായം ശിവപ്രിയൻ. ഹലോ മുത്തച്ഛ. മോളെ, നീ എന്നെ വിളിച്ചിരുന്നു? എന്താ മുത്തച്ഛ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. മുത്തച്ഛൻ ഇത് എവിടെ ആയിരുന്നു? മുത്തച്ഛന് ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തച്ഛന്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ മുത്തച്ഛ. എന്റെ ലക്ഷ്മി മോളെ, നീ ഒന്ന് നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് മറുപടി പറയാൻ? മുത്തച്ഛന് തമാശ. ഞാൻ എന്ത് മാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? നോക്കു മോളെ, എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. അല്ല, ഞാനിതെങ്ങനെ വിശ്വസിക്കും? ശരി, ഞാനിപ്പം വീഡിയോ കോൾ ചെയ്യാം. അത് വേണ്ട മോളെ, ഞാൻ വീഡിയോ കോളിലല്ലാതെ വേറൊരു വഴി പറഞ്ഞു തരാം. അതെന്ത് വഴി? പുതിയ കണ്ടുപിടുത്തം വല്ലോ ആണോ? പുതിയതൊന്നും അല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പക്ഷേ ആരും ഈ മാർഗം ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. മുത്തച്ഛന് ഒരു മാറ്റവും ഇല്ല. എല്ലാം കടങ്കഥ പോലെയാ പറയുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ നമുക്ക് ഈ കടങ്കഥ ഒരുമിച്ച് പരിഹരിക്കാം. മുത്തച്ഛൻ ഇങ്ങ് വന്നോ? എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? ഓ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് മുത്തച്ഛൻ ഫോൺ എടുക്കാഞ്ഞ അല്ലേ? പിന്നല്ലാതെ, നീയല്ലേ എല്ലായ്പ്പോഴും എനിക്ക് സർപ്രൈസ് തരുന്നത്. അതുകൊണ്ട് ഇന്ന് മോൾക്ക് സർപ്രൈസ് തരാന്ന് കരുതി. അതൊക്കെ വിട്. മുത്തച്ഛന്റെ മുട്ടുവേദനയും BP ഒക്കെ എങ്ങനെയുണ്ട്? ശരി, അത് മജ്ജയും മാംസവും കൂടിയുള്ളതാണല്ലോ. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വേദനയോ മറ്റോ വരും എന്ന് കരുതി എന്റെ കൊച്ചുമോളെ സർപ്രൈസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഓ, മുത്തച്ഛന്റെ എനർജി അപാരം തന്നെ. പക്ഷേ മുത്തച്ഛന്റെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടല്ലോ. ആരോഗ്യം നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സർക്കാരോ? അതെങ്ങനെ? മാന്ത്രിക സംഖ്യ. മുത്തച്ഛന്താ വീണ്ടും കടങ്കഥയിലോട്ട് പോവാ. എന്തുവാ മുത്തച്ഛ ഇത്? നീ മറന്നോ? നീയല്ലേ എനിക്ക് 145667 എന്ന നമ്പറിൽ വിളിച്ച് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പദ്ധതികളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതെന്തായാലും നന്നായി മുത്തച്ഛ, കൊള്ളാം. ആ നമ്പറിൽ വിളിച്ചപ്പോ ദേശീയ സീനിയർ സിറ്റിസൺ ഹെൽത്ത് കെയർ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ ഈ വിവരങ്ങൾ ഉടൻ തന്നെ എന്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചു.
കൊള്ളാം മുത്തച്ഛ, മുത്തച്ഛന്റെ ജാഗ്രത. എന്റെ തലമുറയ്ക്ക് അപകർഷതാബോധം ഉണ്ടാവുമല്ലോ. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് നല്ല ഊർജം ലഭിക്കുന്നു. നിന്റെ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇത്രയധികം അറിവുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഞങ്ങൾ ഇത്രയധികം ജോലികൾ കൈകാര്യം ചെയ്തിട്ടുമില്ല. നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോ വന്നത്. മനസ്സിലായി. ഞാൻ മറ്റുള്ളവരെയും വിളിക്കാം. എന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് തുടങ്ങിയാലോ? അതുവരെ മുത്തച്ഛൻ അല്പം വിശ്രമിക്ക്. വിശ്രമിക്കാനോ? ആർക്കാണ് വിശ്രമം ആവശ്യമുള്ളത്? ഞാൻ 3 മണിക്കൂറായി കാറിൽ ഇരിക്കുകയായിരുന്നു. ഓടിയൊന്നും അല്ലല്ലോ വന്നത്. ആണോ? അവിശ്വസനീയം മുത്തച്ഛ. മുത്തച്ഛൻ സജീവമായ വാർദ്ധക്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. പിന്നെ മുത്തച്ഛൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പഠിച്ച് വീണ്ടും ജോലി ചെയ്യാൻ പോകുന്നറിഞ്ഞപ്പോ എന്റെ കൂട്ടുകാർക്കെല്ലാം അത്ഭുതം. ഞാൻ ആകെ ആവേശത്തിലാണ് ലക്ഷ്മി മോളെ. വിരമിച്ച് 4 വർഷത്തിന് ശേഷം വീണ്ടും ജോലിക്ക് പോകുന്നു എന്ന് ഓർക്കുമ്പോ ഒരു പുതിയ കഥയുടെ തുടക്കം പോലെ തോന്നുന്നു. മുത്തച്ഛൻ ജോലി നല്ലേ വിരമിച്ചിട്ടുള്ളൂ. മുത്തച്ഛൻ വീട്ടിലെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. പിന്നെങ്ങനെ മുത്തച്ഛൻ വിരമിച്ചെന്ന് പറയുന്നത്? അതെ, 1-2 മണിക്കൂർ പഠിപ്പിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു ജോലി ചെയ്തിട്ട് എന്ത് പ്രയോജനം? ഓ, അതാണ് കാര്യം. എന്ത്? ഞാൻ നിനക്ക് സർപ്രൈസ് തന്നതോ? അതല്ല മുത്തച്ഛൻ പുതിയ സോഫ്റ്റ്വെയർ പഠിക്കാൻ വന്നതേ. അത് കുട്ടികൾക്ക് വേണ്ടിയല്ലേ. ഈ ഗ്രാമത്തിൽ അവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ ആരാണുള്ളത്? അവരുടെ ഭാവിക്ക് ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം വളരെ ഉപകാരമാകും. പിന്നെ അവർക്ക് ഇവിടെ വന്ന് പഠിക്കാനും പറ്റില്ല. മാത്രവുമല്ല, നിനക്ക് അവിടെ അധിക നാൾ നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് അവരെ പഠിപ്പിക്കാമെന്ന് കരുതി. ഞാൻ പറഞ്ഞു വരുന്നതും അത് തന്നെ. കുട്ടികളെ പഠിപ്പിക്കുമ്പോ മുത്തച്ഛന് പുതിയ നൈപുണ്യം നേടും. ഒരിക്കലും ഒരു നൈപുണ്യവും പാഴായി പോത്തില്ല. അത് മുത്തച്ഛന് ഗുണവേ ചെയ്യത്തോളൂ. അത് 100% ശരിയാണ്. അടൽ വയോ യോജന വഴി മുതിർന്ന പൗരന്മാർക്ക് അർത്ഥവത്തായ ജോലികൾ നമ്മുടെ സർക്കാർ നൽകുന്നു. കഴിഞ്ഞ തവണ നീ അത് പറഞ്ഞിരുന്നു. എന്തായിരുന്നു നീ അതിനുപയോഗിച്ച പദം? ആക്റ്റീവ് ഏജിംഗ് അഥവാ സജീവമായ വാർദ്ധക്യം. അതെ, ആക്റ്റീവ് ഏജിംഗ്. കുറച്ചു മുൻപ് നീ അത് സൂചിപ്പിച്ചിരുന്നു. ഞാൻ സജീവമായ വാർദ്ധക്യത്തിന് ഉദാഹരണമാണെന്ന്. മോളെ ലക്ഷ്മി, അതൊന്ന് വിശദീകരിക്കാമോ? അത് സർക്കാരിന്റെ പുതിയ സംരംഭമാണോ? അതെ മുത്തച്ഛ, നമ്മൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ശരിക്കും ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് പോലെയാണ്. പക്ഷേ നമ്മുടെ ജോലിയുടെ സ്വഭാവം മാത്രം മാറുന്നു. എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മുമ്പ് പണം സമ്പാദിക്കാനായി ജോലി ചെയ്തിരുന്നു. ഇപ്പോ നേരം പോക്കിനായി ജോലി ചെയ്യുന്നു. അതൊക്കെ. പക്ഷെ ഒരാൾക്ക് ജോലി ചെയ്ത് പണം സമ്പാദിക്കണമെങ്കിലോ സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കുന്നു. എന്ത്? സർക്കാർ ഞങ്ങൾക്ക് ജോലി ശരിയാക്കി തരുമെന്നോ? മോളെ, ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി പരക്കം പായുമ്പോ നീ പറയുന്നു സർക്കാർ ഞങ്ങൾക്ക് വരുമാന മാർഗം നൽകുമെന്ന്. വരുമാന മാർഗം മാത്രമല്ല മുത്തച്ഛ, പെൻഷൻ ആനുകൂല്യങ്ങളും ഉണ്ട്. അതായത് മുതിർന്ന പൗരന്മാരുടെ പെൻഷൻ പദ്ധതി, ദേശീയ പെൻഷൻ സംവിധാനം, അടൽ പെൻഷൻ യോജന, കൂടാതെ മറ്റു പല പദ്ധതികളും ഉണ്ട്. ശരിക്കും? മുത്തച്ഛന് വിശ്വാസമില്ലെങ്കിൽ ഞാനൊരു വ്യക്തിയെ കണക്ട് ചെയ്യാം. ആർക്ക് കണക്ട് ചെയ്യുമെന്ന്? ഒരു നിമിഷം മുത്തച്ഛ. ഹലോ, നമസ്കാരം സാർ. ഞാൻ ലക്ഷ്മിയാണ്. ഞാൻ എന്റെ മുത്തച്ഛനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതെ. എന്നോടൊപ്പം മുത്തച്ഛനുണ്ട്. മുത്തച്ഛൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഞാൻ മുത്തച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കാം. ആരാണത്? ഞാൻ എന്താ ചോദിക്കേണ്ടത്? മുത്തച്ഛ, അടൽ വയോ അഭ്യുദയ യോജനയുടെ പ്രോജക്ട് ഓഫീസറാണ്. മുത്തച്ഛന്റെ എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകും. ചോദിക്കും മുത്തച്ഛ. അതെ, ഞാൻ ഭരതാണ് സംസാരിക്കുന്നത്. ഞാൻ സജീവമായ വാർദ്ധക്യത്തെ കുറിച്ചാണ് ചോദിച്ചത്. ലക്ഷ്മി മോള് പറഞ്ഞു സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നു എന്ന്. ഞാൻ കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഹരികുമാരൻ നായർ. എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയാണ്, കല്ലമ്പലത്താണ്. ഞങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടി അതിവിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. സർക്കാരും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ തലത്തിൽ വയോജനങ്ങൾക്ക് മന്ദഹാസം പദ്ധതി, BPL ആയിട്ടുള്ള ആൾക്കാർക്ക് 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി, വയോരക്ഷാ പദ്ധതി സായംപ്രഭ ഹോം പഞ്ചായത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്നു. അതേപോലെ തന്നെ ട്രൈബ്യൂണലുകൾ, വയോജനങ്ങൾക്ക് വസ്തുവകകൾ മക്കൾക്ക് എഴുതി കൊടുത്ത മക്കള് നോക്കാതെ വരുമ്പോഴത്തേക്ക് അവരെ എഴുതി കൊടുത്ത വസ്തു തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി 2 ട്രൈബ്യൂണലുകളാണ് നമ്മളെ കൊല്ലം ജില്ലയിൽ
പ്രവർത്തിച്ചു വരുന്നത്. ഒന്ന് കൊല്ലത്തും ഒന്ന് പുനലൂരുമാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ വയോജനങ്ങൾക്കൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. 145667 എന്ന നമ്പറിലാണ് പരാതികൾ അയക്കാൻ പറ്റുന്നത്. വയോ അമൃതം പദ്ധതി നിലവിലുണ്ട്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളായ വയോജനങ്ങൾക്ക് റേഡിയോ നൽകുന്ന BPL ആയിട്ടുള്ള വയോജനങ്ങൾക്ക് റേഡിയോ നൽകുന്ന പദ്ധതി, അത് SCയും ജനറലും പ്രത്യേകം 2 പദ്ധതികളാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളുടെ വയോജനങ്ങൾക്ക് ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വസ്ത്രവിതരണം നടത്തുന്നു. അതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ജനുവരി 5-ാം തീയതി ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ സാറാണ് നിർവഹിക്കുന്നത്. ആശ്രയ കലയപുരത്ത് വെച്ചാണ് ഇതിന്റെ ഉദ്ഘാടനം. കൂടാതെ കൊല്ലം ജില്ലയിലെ ക്യാൻസർ രോഗികളായിട്ടുള്ള വൃദ്ധജനങ്ങൾക്ക് 4200 രൂപയോളം വില വരുന്ന പോഷക കിറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായിട്ട് നടപ്പിലാക്കി വരുന്ന അത് ഏകദേശം 40 ലക്ഷം രൂപ ഈ വർഷം ചെലവഴിച്ചിട്ടുണ്ട്. 1000-ഓളം ഗുണഭോക്താക്കൾക്കാണ് കിറ്റ് നൽകുന്നത്. അതിൽ ഏകദേശം ഒരു 800-ഓളം സപ്ലൈ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്, അഭിമാന പ്രോജക്റ്റാണ്. റേഡിയോ നൽകുന്നതും അതേപോലെ ഏകദേശം ഒരു 2000 പേർക്കോളം റേഡിയോ നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ ശരണാലയം സായന്തനം എന്ന 2 വൃദ്ധസദനം കൂടി ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ ജില്ലാ ഓഫീസർ നടപ്പിലാക്കി വരുന്നു. അതും ജില്ലാ പഞ്ചായത്തിന്റെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിമാന പ്രോജക്റ്റാണ്. കൂടാതെ ഭിന്നശേഷിക്കാർക്കായി ബൃഹത്തായ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ ഇലക്ട്രോണിക് വീൽ ചെയർ നൽകുന്നതിനായിട്ട് 40 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സ്പില്ലോവർ പദ്ധതിയായിട്ട് അതിന്റെ വിതരണോദ്ഘാടനം ജനുവരി 15-നകത്ത് തന്നെ നടപ്പിലാക്കും. കൂടാതെ സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ 60 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. അതിന്റെയും പ്രവർത്തനം ദ്രുതഗതിയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. കൂടാതെ സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള വിദ്യാജ്യോതി, കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം, വിദ്യാകിരണം, വിജയാമൃതം, സഹചാരി, പരിരക്ഷ, സ്വാശ്രയ, പരിണയം, ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, മാതൃജ്യോതി പദ്ധതി, പ്രതീക്ഷ പദ്ധതി, സൈക്കോസോഷ്യൽ ഗ്രാന്റ് നൽകുന്ന പദ്ധതി, ഭിന്നശേഷി ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി, ശ്രേഷ്ഠം, സ്നേഹയാനം, സഹജീവനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, അതിജീവനം പദ്ധതി, നിരാമയ ഇൻഷുറൻസ് സ്കീം, നാഷണൽ ട്രസ്റ്റ് ലീഗൽ ഗാർഡിയൻഷിപ്പ് പദ്ധതി, മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായ പദ്ധതി എന്നിവയും നടപ്പിലാക്കി വരുന്നു. കൂടാതെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയിൽ 75 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 60 ലക്ഷത്തോളം രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. ഈ വർഷത്തേതാണ് 24-25. ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന 30,000 രൂപ ഒറ്റത്തവണയായിട്ട് വിവാഹ ധനസഹായം നൽകുന്നു. കൂടാതെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് ഒറ്റത്തവണയായി ധനസഹായം നൽകുന്ന 30,000 രൂപ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി പദ്ധതി, സ്വാശ്രയ പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഏകദേശം 25ഓളം അപേക്ഷകർക്ക് ഈ സാമ്പത്തിക വർഷം ധനസഹായം നൽകും. 18ഓളം പേർക്കുള്ള സാമ്പത്തിക സഹായം സർക്കാർ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതും വലിയൊരു നേട്ടമാണ്. അവരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് നടത്തി വരുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ ക്ഷേമസ്ഥാപനങ്ങളുടെ വയോജനങ്ങൾക്ക് വസ്ത്രം നൽകുന്ന പദ്ധതി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഗോവൻ സാറിന്റെ അധ്യക്ഷതയിൽ 5/1/2025 ആശ്രയ കലയപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ സാറ് നിർവഹിക്കുന്നു. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് അനിൽ കല്ലേരി, അതേപോലെ വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, മറ്റ് വിവിധ ജില്ലാ മെമ്പർമാര് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ വസ്ത്രം വിതരണം ചെയ്യുന്നതെന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ OCB രജിസ്ട്രേഷൻ അംഗീകാരമുള്ള വയോജന സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന മാനസികവും ശാരീരികവും ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ വസ്ത്രം വിതരണം ചെയ്യുന്നത്. ഏകദേശം
35ഓളം സ്ഥാപനങ്ങൾക്കാണ് ഈ വസ്ത്രം അന്നേ ദിവസം കൊട്ടാരക്കര കലയോര ആശ്രയയിൽ വെച്ച് നടത്തുന്നത്. അതെ 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 വളരെ നന്ദി സാർ. സാറെല്ലാം നന്നായി വിശദീകരിച്ചു. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും ലഭിച്ചു. വീണ്ടും ജോലി ചെയ്യുവാൻ സാറിന്റെ വാക്കുകൾ എനിക്ക് പ്രചോദനം നൽകുന്നു. മുത്തച്ഛ, എന്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. ഹലോ മുത്തച്ഛ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? മക്കളെ, എനിക്ക് നിങ്ങളുടെ അത്രയും ബുദ്ധിയില്ല. പിന്നെ കമ്പ്യൂട്ടർ ബേസിക്സിനെ കുറിച്ച് മാത്രമേ ധാരണയുള്ളൂ. നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ? മുത്തച്ഛ, ബുദ്ധിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, മുത്തച്ഛന്റെ ഊർജം അത് മതി. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ എനിക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. എപ്പോഴെന്റെ എനർജി ലെവല് കുറയുന്നുവോ അപ്പോൾ ഈ ലക്ഷ്മി മോൾ എന്ന ബോംബ് എന്നെ ഉണർത്തി റീചാർജ് ചെയ്യും. മുത്തച്ഛൻ ഒരു അക്കൗണ്ടന്റിന്റെ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞായിരുന്നല്ലോ. അതെ, അത് ശരിയാണ്. അങ്ങനെയെങ്കിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ബഡ്ജറ്റിനെ കുറിച്ചും ടാക്സുകളെ കുറിച്ചും ഒക്കെ മുത്തച്ഛന് നല്ല അറിവുണ്ടാകുമല്ലോ, അല്ലേ? പക്ഷേ ഇതെന്തിനാണ് ചോദിക്കുന്നത്? മുത്തച്ഛന് ബുദ്ധിയില്ലെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? നോക്കൂ, മുത്തച്ഛൻ ടാക്സ് മാറ്റേഴ്സ് ഒക്കെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തിരുന്നതല്ലേ? അതേസമയം ഞങ്ങൾ ഈ വിഷയം കോച്ചിങ് ക്ലാസ്സിന് പോയിട്ട് കഷ്ടിച്ച് പാസ് മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഓ, അത് വലിയ കാര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് പക്ഷേ അത് ഭയങ്കര ബോറിംഗ് ആണ്. നിങ്ങൾക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ബോറിംഗ് ആയി തോന്നുന്നത്. അതുകൊണ്ടാണ് മാർക്ക് കുറയുന്നത്. ഞങ്ങളെ വീട്ടുകാരെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തൂങ്ങാറുണ്ട്. തുടക്കത്തിൽ ബോറായി തോന്നും. പക്ഷേ മനസ്സിലാക്കി തുടങ്ങുമ്പോ വേറൊന്നും ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവില്ല. ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, മുത്തച്ഛൻ കുട്ടികളെ എക്കണോമിക്സ് പഠിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം അവർക്ക് നല്ല മാർക്കുണ്ടെന്ന്. എന്നാൽ ഒരു ഡീൽ, ഒരു ഗീവ് ആൻഡ് ടേക്ക് ക്രമീകരിച്ചാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? മുത്തച്ഛൻ ഞങ്ങളെ ടാക്സ് പഠിപ്പിക്കുന്നു, പകരം ഞങ്ങൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. ഓ, അടിപൊളി ആശയം. മുത്തച്ഛൻ ഈ ഡീൽ അംഗീകരിക്കുമോ? പക്ഷേ മുത്തശ്ശൻ ഗ്രാമത്തിലല്ലേ, നിങ്ങളെ എങ്ങനെ തുടർന്നു പഠിപ്പിക്കും? അത് വിഷയമല്ല. മുത്തച്ഛൻ ഇപ്പോൾ ടെക് ഫ്രണ്ട്ലി ആകുമല്ലോ. അപ്പോൾ വിദൂരത്താണെങ്കിലും ഓൺലൈൻ ക്ലാസ് എടുക്കാമല്ലോ. ഓക്കെ അല്ലേ മുത്തച്ഛ? ഡീൽ ഉറപ്പിക്കാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളെയും പഠിപ്പിക്കും. ഇത് നമുക്ക് ആഘോഷിക്കണം. ഇപ്പൊ ഒരു പാർട്ടി സാധ്യമല്ല, പക്ഷെ ഈ ഡീല് നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ? എന്തെങ്കിലും കഴിച്ചോണ്ടാണോ? കഴിക്കാം, പക്ഷേ ആദ്യം നമുക്കൊരു മ്യൂസിക് ആയാലോ? നീ പറ, ഏത് ഗാനമാണ് പ്ലേ ചെയ്യേണ്ടത്? ഗാനങ്ങളൊന്നും പ്ലേ ചെയ്യണ്ട, നമുക്ക് ലൈവായിട്ട് പാടാം. ലൈവോ? ആര് പാടും? നീ പാടിയ ഞങ്ങൾ ചെവിയും പൊത്തിക്കൊണ്ട് ഓടേണ്ടി വരും. നിനക്ക് കുറച്ച് പാടാൻ അറിയാമല്ലോ, നീ പാട് ലക്ഷ്മി. കുറച്ചറിയാം, പക്ഷെ മുത്തശ്ശൻ നന്നായിട്ട് പാടും. ഞാൻ പണ്ട് ഗ്രാമത്തിലുള്ള ട്രൂപ്പിനൊപ്പം പാടുമായിരുന്നു. അതൊരു കാലം. ഇപ്പോ അത്രയ്ക്കൊന്നുമില്ല. പ്ലീസ് മുത്തച്ഛ, പാടൂ. ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നാണ് നാടൻ പാട്ട് കേൾക്കാൻ പറ്റുക, അതും ലൈവായി? പക്ഷേ മോളെ, മുത്തച്ഛ, ഞങ്ങളിപ്പോ ലക്ഷ്മിയുടെ സുഹൃത്തുക്കളല്ല, മുത്തച്ഛന്റെ അധ്യാപകരാണ്. അതുകൊണ്ടേ ഞങ്ങളുടെ ആജ്ഞ അനുസരിക്കേണ്ടി വരും. ശരി ശരി. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാരു പൊന്നോ. കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാരു പൊന്നോ. കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ള നിറച്ച് കള്ളു കുടിച്ച്, കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ള നിറയെ കള്ളും കുടിച്ച്, ആടി ആടി എപ്പവരും നിന്റെ അങ്ങളമാരു വന്നോ. ആടി ആടി എപ്പവരും നിന്റെ അങ്ങളമാരു പൊന്നോ. ആടി ആടി എപ്പവരും നിന്റെ അങ്ങളമാരു പൊന്നോ. ആടി ആടി എപ്പവരും നിന്റെ അങ്ങളമാരു പൊന്നോ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്, കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാരു പൊന്നോ. കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാരു പൊന്നോ. കൊള്ളാം. നമുക്ക് ഇതുപോലെ പഠിപ്പിക്കുമ്പോ പാടുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ധന്യമായേനെ. ഇപ്പൊ മുത്തച്ഛനും ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുമ്പോ
പാടുകയും വേണം, തമാശ പറയുകയും വേണം. മക്കളെ, പാട്ടും ആട്ടവും ഒന്നും ഇല്ലാതെ ഞാൻ കഥകളിലൂടെ പഠിപ്പിക്കാം. ആ, അത് കൊള്ളാം. നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. ശരി മുത്തച്ഛ, തുടങ്ങിക്കോളൂ. ശരി, എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വയസ്സായ സ്ത്രീ 2 ആൺമക്കളുമായി താമസിച്ചിരുന്നു. ഒരു ദിവസം ആൺമക്കളിൽ ഒരാൾക്ക് അപകടമരണം സംഭവിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം മറ്റേ മകൻ ജോലി തേടി ദൂരെ ഒരു സ്ഥലത്ത് പോയി. പ്രായമായ സ്ത്രീ അവിടെ തനിച്ചായി. മകൻ പോയി കുറെ നാളുകൾക്ക് ശേഷം ഒരു അപരിചിതൻ ആ വഴി ആ അമ്മയെ കാണാൻ വരുന്നു. ആ സ്ത്രീയോട് ആ വഴിപോക്കൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്. ഒരു രാത്രി ഇവിടെ തങ്ങാൻ എന്നെ അനുവദിക്കുമോ എന്ന്. വളരെ ആദരവോടെ ആ സ്ത്രീ ആ വഴിയാത്രക്കാരനെ സ്വാഗതം ചെയ്തുകൊണ്ട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്ന് വരുന്നു എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, മറ്റൊരു ലോകത്തു നിന്നും. ആ അമ്മയ്ക്ക് അയാൾ പറഞ്ഞത് ആദ്യം മനസ്സിലായില്ല. മറ്റൊരു ലോകത്തോ? ദൈവത്തിന്റെ വീട്ടിൽ നിന്നാണോ ഉദ്ദേശിച്ചത് എന്നവർ നിഷ്കളങ്കമായി ചോദിച്ചു. വഴിയാത്രക്കാരൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള പല കഥകളും ആ അമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ കണ്ണുകൾ തിളങ്ങി. ആ വഴിയാത്രക്കാരൻ ഒരു ദൈവദൂതനാണ് എന്നവർ വിശ്വസിച്ചു. അവരുടെ മരിച്ചുപോയ മകനെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കാൻ വന്ന ദൈവദൂതൻ. മകനെക്കുറിച്ച് ആ സ്ത്രീ ആ വഴിയാത്രക്കാരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ എന്നോടൊപ്പം ദൈവത്തിന്റെ ഗൃഹത്തിലാണ് വസിക്കുന്നത്. അവനവിടെ കൊക്കുകളെ വളർത്തുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അവ മുൾച്ചെടികൾക്കിടയിലൂടെ അലഞ്ഞു തിരിയുന്നു. അവയുടെ പിറകെ പിന്തുടർന്നതുകൊണ്ട് അവന്റെ വസ്ത്രങ്ങൾ കീറുകയും പാദങ്ങളിൽ മുറിവുണ്ടാവുകയും ചെയ്തു. അവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവനെ കണ്ടാൽ നിങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല. ഇത് കേട്ടയുടനെ ആ സ്ത്രീ കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, മോനെ, എന്റെ കയ്യിൽ കുറച്ച് പണവും വസ്ത്രങ്ങളുമുണ്ട്. നീ അത് എന്റെ മകനെ ഏൽപ്പിക്കാമോ? അവനത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ആ വഴിയാത്രക്കാരൻ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഓ പിന്നെന്താ, ഞാൻ കൊടുക്കാമല്ലോ. എന്തോ വലിയ ഉപകാരം ചെയ്യുന്ന ഭാവത്തിൽ. പിറ്റേന്ന് പുലർച്ചെ അയാൾ പണവും വസ്ത്രവുമായി അവിടെ നിന്ന് യാത്രയായി. ദിവസങ്ങൾക്ക് ശേഷം നഗരത്തിൽ ജോലി തേടി പോയിരുന്ന മകൻ തിരികെ വന്നു. ആഹാരം കഴിക്കവേ അമ്മ പറഞ്ഞു, മോനെ, നിന്റെ സഹോദരൻ എന്തോ കുഴപ്പത്തിലാണ്. ഇത് കേട്ട് മകൻ അമ്പരന്നു. അമ്മ നടന്ന സംഭവങ്ങളൊക്കെ മകനോട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് മകൻ പറഞ്ഞു, ആരാണ് മരണത്തിൽ നിന്ന് തിരികെ വരുന്നത്? ആ വഴിയാത്രക്കാരൻ മറ്റൊരു ലോകത്ത് നിന്ന് വന്നതല്ല. അയാൾ ഒരു ചതിയനും കള്ളനുമാണ്. എന്നിട്ട് ഒന്നും അറിയാതെ അമ്മ അയാൾക്ക് പണവും വസ്ത്രവും നൽകി. അമ്മ എന്നെ പാപ്പരാക്കാൻ ശ്രമിക്കുകയാണോ? ആ മകൻ ആക്രോശിച്ചുകൊണ്ട് ആ അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. വൃദ്ധയായ സ്ത്രീ പതിഞ്ഞ ശബ്ദത്തിൽ മകനോട് പറഞ്ഞു, മോനെ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മകനോടുള്ള സ്നേഹം കാരണം ഞാൻ ആ വഴിയാത്രക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് കബളിപ്പിക്കപ്പെട്ടു. ഞാൻ അറിവില്ലാത്ത ഒരു പ്രായമായ സ്ത്രീയല്ലേ? മിടുക്കന്മാരും ഈ ലോകത്ത് കബളിപ്പിക്കപ്പെടുന്നില്ലേ? തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തെ ഓർത്ത് ആ സ്ത്രീ പശ്ചാത്തപിച്ചു. എന്നിട്ടും മകന്റെ ക്രോധം കെട്ടടങ്ങിയില്ല. അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അറിവില്ലാത്തവർ ഈ ലോകത്തുണ്ടാകും, പക്ഷേ നിങ്ങളുടെ അത്രയും മണ്ടത്തരം ആരും കാണിക്കില്ല. അവനെ ശാന്തനാക്കുവാൻ വേണ്ടി ആ അമ്മ പറഞ്ഞു, മോനെ, ഈ രാജ്യത്ത് മണ്ടന്മാർക്ക് ഒരു കുറവുമില്ല. നീ ഒരാളെ അന്വേഷിച്ചാൽ 1000 പേരെ കണ്ടെത്താൻ കഴിയും. മകൻ സഞ്ചിയും എടുത്തുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ പോകുന്നു. നിങ്ങളെക്കാൾ മണ്ടത്തരം കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുമുട്ടിയാൽ അന്ന് ഞാൻ മടങ്ങി വരാം. അതല്ല എങ്കിൽ ഞാൻ മരിച്ചതായി കണക്കാക്കി എന്നെ മറന്നേക്കണം. ആ വയസ്സായ സ്ത്രീ കരഞ്ഞുകൊണ്ട് പോകരുതേ പോകരുതേ എന്ന് അവനോട് കെഞ്ചി. പക്ഷേ അവൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ആ മകൻ അവന്റെ അമ്മയേക്കാൾ മണ്ടത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയെ തേടി അലഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ഗ്രാമത്തിൽ ഒരു ധനികന്റെ വീടിനരികെ ആടുകൾ മേയുന്നത് കണ്ടു. അവൻ ആ ആടിന്റെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ധനികന്റെ ഭാര്യ ജനലിൽ കൂടി
ഇതെല്ലാം ജിജ്ഞാസയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവർ വേലക്കാരിയെ വിളിച്ചു പറഞ്ഞു. ആ ധനികന്റെ ഭാര്യ വേലക്കാരിയോട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവൾ അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഈ പുള്ളിയുള്ള ആട് എന്റെ ഭാര്യയുടെ സഹോദരിയാണ്. ഇവളെ കണ്ടയുടനെ എനിക്ക് അവളാണെന്ന് മനസ്സിലായി. വേലക്കാരി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇവനെന്താ ഭ്രാന്താണോ? എന്നിട്ട് അയാളോട് പറഞ്ഞു, നിനക്ക് മനസ്സിലായല്ലോ, ഇനി നീ ഇവിടുന്ന് സ്ഥലം വിട്ടോ. അപ്പോൾ അയാൾ കരയാൻ തുടങ്ങി. എന്റെ ഭാര്യ കിടപ്പിലാണ്. അവൾക്ക് അവളുടെ സ്നേഹനിധിയായ സഹോദരിയെ കാണണം. ഇവളെ കണ്ടുകിട്ടിയതുകൊണ്ട് ഇവളെ കൂടാതെ എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ഭാര്യയെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ ഇവളെ ഉടൻ തന്നെ തിരികെ ഏൽപ്പിക്കാം. വേലക്കാരി ഈ നടന്ന കാര്യങ്ങളെല്ലാം യജമാനത്തിയോട് വിശദമായി പറഞ്ഞു. ആദ്യം അവർ അവന്റെ മണ്ടത്തരങ്ങൾ കേട്ട് ചിരിച്ചു. പക്ഷേ അവന്റെ കരച്ചിൽ കണ്ട് അവർക്ക് സഹതാപം തോന്നി. ശരി, നീ കൊണ്ടുവയ്ക്കോളൂ. പക്ഷേ ഈ ആട്ടിൻകുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആട്ടിൻകുട്ടിയെയും ആ കാണുന്ന വണ്ടിയും കൂടെ കൊണ്ടുവയ്ക്കോളൂ. കാരണം നിനക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അത് സഹായകമാകും. ആ ചെറുപ്പക്കാരൻ നന്ദിയും പറഞ്ഞിട്ട് ആടിനെയും ആട്ടിൻകുട്ടിയെയും വണ്ടിയിൽ കയറ്റി സ്ഥലം വിട്ടു. യജമാനൻ വന്നപ്പോൾ ഭാര്യ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ഭാര്യയുടെ മണ്ടത്തരങ്ങൾ കേട്ടിട്ട് അയാൾ നിരാശയോടെ സ്വന്തം തലക്കടിച്ചു. അയാൾ അവരെ ഒരുപാട് ശകാരിച്ചു. മണ്ടിയെന്നും വിവരമില്ലാത്തവളെന്നും അങ്ങനെ പല പേരുകളും വിളിച്ചു. പിന്നെ അയാൾക്ക് തോന്നി, കള്ളൻ വളരെ ദൂരം പോകാൻ സാധ്യതയില്ല, അവനെ എങ്ങനെയെങ്കിലും പിടികൂടണം. അയാൾ തന്റെ കുതിരപ്പുറത്ത് കയറി ആ ചെറുപ്പക്കാരൻ പോയ വഴിയെ പിന്തുടർന്നു. ഇതേ സമയം ചെറുപ്പക്കാരന് എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. വണ്ടിയെയും ആടുകളെയും കാട്ടിൽ ഒളിപ്പിച്ചു. എന്നിട്ട് മുഖം മൂടിയിട്ട് കാടിന് പുറത്ത് കാവലിരുന്നു. യജമാനൻ കള്ളനെ തേടി അവിടെ എത്തി. അയാൾ അവനോട് ചോദിച്ചു, സഹോദര, ഒരാൾ ഒരാടിനെയും കുട്ടിയെയും വണ്ടിയിൽ കയറ്റി ഇതുവഴി പോകുന്നത് കണ്ടോ? അയാൾ ഒരു കള്ളനാണ്. ചെറുപ്പക്കാരൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ആ ഞാൻ കണ്ടു. അവൻ എന്നോട് വഴി ചോദിച്ചു. അവൻ ആ വഴിയാണ് പോയത്. യജമാനൻ അവൻ ചൂണ്ടിക്കാണിച്ച വഴിയെ പോകാൻ തുടങ്ങുമ്പോൾ ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, പക്ഷേ താങ്കൾ ഈ വഴിയെ പോയാൽ അവസാനമെത്തുക ചന്തയിലാണ്. അവൻ അവിടെ ആടുകളെ വിറ്റുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കള്ളനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? യജമാനൻ ആകെ ആശയക്കുഴപ്പത്തിലായി. യജമാനൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ആ കള്ളനെ അടുത്ത് കണ്ടതല്ലേ? നിനക്ക് അവനെ കണ്ടാൽ തിരിച്ചറിയാമല്ലോ. ചെറുപ്പക്കാരൻ അതേ എന്ന് തലകുലുക്കി ശരിവച്ചു. യജമാനൻ തന്റെ കുതിരയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ അവനെ കണ്ടുപിടിച്ചു കൊണ്ടുവരിക. ഞാൻ നിനക്ക് 1000 രൂപ പാരിതോഷികമായി തരാം. ഇത് കേട്ട ചെറുപ്പക്കാരൻ നിരാശനായി പറഞ്ഞു, ഞാൻ പോകാം. പക്ഷേ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ വിലപിടിപ്പുള്ളൊരു പരുന്തിനെ പിടിച്ചു. എന്റെ ഈ പുതപ്പിനുള്ളിൽ ഞാൻ അതിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എന്റെ കൈമാറ്റിയാൽ അത് പറന്നു പോകും. അവൻ വരുന്നതുവരെ യജമാനൻ പരുന്തിനെ സംരക്ഷിക്കാം എന്ന് ഏറ്റു. എന്നിട്ട് 1000 രൂപയും പാരിതോഷികമായി ഉടൻ തന്നെ നൽകുകയും ചെയ്തു. യജമാനന്റെ കയ്യിൽ സാങ്കല്പിക പരുന്തിനെ ഏൽപ്പിച്ചിട്ട് 1000 രൂപയും വാങ്ങി കുതിരപ്പുറത്ത് കയറി അവൻ പോയി. കബളിപ്പിച്ച് കൈക്കലാക്കിയ സാധനങ്ങളുമായി അവൻ അവന്റെ അമ്മയുടെ അടുത്തെത്തി. അമ്മയോട് ദേഷിച്ചതിൽ അവൻ അമ്മയോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞതാണ് ശരിയെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. ഈ ഭൂലോകത്ത് മണ്ടന്മാർക്ക് ഒരു ക്ഷാമവുമില്ല. നോക്കൂ, ഞാൻ ഈ ആടിനെയും ആട്ടിൻകുട്ടിയെയും കുതിരയെയും 1000 രൂപയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം സൗജന്യമായി കിട്ടിയതാണ്. ഇനി മുതൽ നമുക്കിവിടെ സന്തോഷമായി ജീവിക്കാം. ഈ നിമിഷം മുതൽ ഞാനിനി എന്നും അമ്മയോടൊപ്പം ഉണ്ടാകും. വയസ്സായ ആ അമ്മയ്ക്ക് മകൻ തിരികെ വന്നതിൽ വളരെ സന്തോഷം തോന്നി.
പക്ഷേ അവൻ പറഞ്ഞ കഥകൾ മുഴുവൻ കേട്ടപ്പോൾ അവർ മകനോട് പറഞ്ഞു, മോനെ, സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും പേരിൽ ചിലർ മണ്ടന്മാരായേക്കാം. മറ്റുള്ളവരെ വഞ്ചിച്ചും കൊള്ളയടിച്ചും ഇങ്ങനെ ജീവിച്ചാൽ ഈ ലോകം പാപികളെ കൊണ്ട് നിറയും. അതുകൊണ്ട് യഥാർത്ഥ ഉടമയെ തിരിച്ചേൽപ്പിക്കണം. അപ്പോ ആ മകൻ എല്ലാം തിരികെ കൊണ്ട് കൊടുത്തോ മുത്തച്ഛ? അത് നിങ്ങൾക്കായി വിട്ടുതരുന്നു. നിങ്ങൾ തീരുമാനിക്കൂ. നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മളെ ഒരാൾ വഴികാട്ടും എന്നല്ലേ? അതിനെ പിന്നെ പിന്തുടരണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. തികച്ചും ശരിയാണ്. അതുപോലെയാണ് അടൽ വയോ അഭ്യുദയ യോജന. സർക്കാർ സ്കീമുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കൊള്ളാം മുത്തച്ഛ. മുത്തച്ഛൻ എങ്ങനെയാണ് ഒരു ചിന്തയെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്നത്? നമുക്ക് തിരിച്ചു വരാം. ഇനി കുറച്ച് വർത്തമാനങ്ങൾ അടുത്ത പ്രാവശ്യം. ഓക്കേ? അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കുറെ ഗാനങ്ങളും കഥകളും അറിവുകളുമായി തിരികെ വരാം. നിങ്ങൾ അടൽ വയോ അഭ്യുദയ യോജനയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയോ? വിവരങ്ങൾ ഞങ്ങളെ ഫോൺ വഴിയോ വാട്സപ്പ് വഴിയോ കത്തുകൾ മുഖേനയോ അറിയിക്കുക. പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ 1456 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവച്ച് പരിഹാരം കണ്ടെത്തുക. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന വയോമിത്രയുടെ പരിപാടി തുടർന്നും കേൾക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുകയും ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എപ്പിസോഡ് 7 സജീവമായ വാർദ്ധക്യം, ആക്റ്റീവ് ഏജിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. വിട പറയുന്നു ഞാൻ ഭരത്. എന്നോടൊപ്പം എന്റെ കൊച്ചുമകൾ ലക്ഷ്മി. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. എപ്പിസോഡ് 7 വാർദ്ധക്യം എങ്ങനെ സജീവമാക്കാം.